ഹലോ ഗായ്സ്, അപ്പം മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ പാവക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഗായ്സ്. അപ്പം നമ്മളിന്ന് രാവിലെ പാവക്കുട്ടൻ്റെ ബർത്ത്ഡേ അടിച്ചു പിടിക്കാനായിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടേ. അവിടെ ഭയങ്കര ബഹളമാണ്. രാവിലെ തന്നെ ചേട്ടൻ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബിരിയാണി വെച്ച് നമുക്ക് കൊണ്ടുപോവുകയാണ് ഉച്ചത്തേക്ക്. അപ്പോൾ അതിനുശേഷമാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ നിങ്ങളെ ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ എൻ്റെ മോനെ എല്ലാവരും അനുഗ്രഹിക്കണം കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഈ ബർത്ത്ഡേ വ്ളോഗിലേക്ക് നമുക്ക് ആട്ടിച്ച് പൊളിക്കാം. ഓക്കെ ഗായ്സ്, ബാക്കി വിശേഷം പിന്നെ കാണാം. നമ്മുടെ ചേട്ടൻ ഇവിടെ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. എണ്ണയിലങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചിക്കൻ ബിരിയാണി സ്പെഷ്യലായിരിക്കുന്നത് എന്തായാലും എനിക്ക് ഉറപ്പാണ് കേട്ടോ ഗായ്സ്. ആൾ സ്വന്തമായിട്ട് തന്നെയാണ് ഇതെല്ലാം അരിഞ്ഞ് കുക്കിംഗ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഗായ്സ്. ഇവിടെ ഗൾഫ് ബിരിയാണി ഉണ്ടാക്കുന്നു ഗൈസ്. ഗൾഫ് ബിരിയാണി ഇന്ന് എനിക്ക് കോള് കണ്ടോ. നമ്മുടെ ചിക്കനൊക്കെ ആൾ റെഡിയാക്കി, നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ ഇഡലി സാമ്പാറൊക്കെ വെച്ച് കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് ഒരു യാത്രയിലാണ് ഗൈസ്. നമ്മുടെ പാവക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഫാമിലി ട്രിപ്പ് അയക്കാം എന്ന് വിചാരിച്ചു. വേറെ പുറത്തുള്ള സെലിബ്രേഷനൊന്നും ഞങ്ങൾ പ്രാവശ്യം ഇല്ല. ഇച്ചുകുട്ടീനെ നല്ല ഗ്രാൻഡായിട്ടൊക്കെ നമ്മൾ എടുത്തു. പക്ഷേ പാവക്കുട്ടൻ്റെ അത് വേണ്ടാന്ന് വെച്ചു. നമ്മളിതാ ഇപ്പോൾ ഒരു ഫാമിലി ട്രിപ്പായി. നമ്മൾ 4 പേരുടെ ലോകം. അപ്പോൾ ഒരു യാത്ര ചെയ്യാമെന്ന് കരുതി ഞങ്ങളിപ്പോൾ കാറിലാണ്. അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉള്ളൊരു സമയത്താണ് ഇറങ്ങിയത്. അപ്പോൾ ഇനി കഥാനായകനെയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ ഇരുന്ന് വണ്ടി ഓട്ടിക്കുന്നുണ്ട് ഗൈസ്. ഫ്രണ്ടിലിരുന്ന് ഗൈസ് വണ്ടി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്കാണ്. അപ്പോൾ ആവശ്യമില്ലാതെ നോക്കിയാൽ തെറ്റ് കിട്ടും. അതുകൊണ്ട് ആള് കെയർഫുൾ ഡ്രൈവറാണ് ഗൈസ്. കുറേ നാളുകളായി ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഒരു യാത്ര പോകണമെന്നത്. അത് മകൻ്റെ ബർത്ത്ഡേ തന്നപ്പോൾ അത് എന്തെന്നില്ലാത്തൊരു സന്തോഷമായി മാറി ഗൈസ്. വണ്ടി കയറിയതും മക്കളും ഞാനും ചേട്ടനും കൂടെ അങ്ങ് അടിച്ച് പൊളിക്കാൻ തുടങ്ങി. പാവക്കുട്ടൻ്റെ ഈ ചിരിയുണ്ടല്ലോ, ആരെയും മയക്കിക്കളയും. അതൊരു കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. വേണ്ട, മക്കളും ഞാനൊക്കെ ആയിട്ട് വണ്ടിയിലിരുന്ന് ഇങ്ങനെ നന്നായിട്ട് ചില്ല് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നിങ്ങളടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ തലേ ദിവസമേ പോയി കുഞ്ഞുങ്ങൾക്കുള്ള ഗിഫ്റ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡ്രസ്സും അതുപോലെ പാവക്കുട്ടന് ഞാനൊരു അരഞ്ഞാണവും കൊലുസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഉറങ്ങുന്ന ടൈമും ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ കേട്ടോ ഗൈസ്. സ്റ്റുഡിയോയിലാണ് കേട്ടോ ഞങ്ങൾ ആദ്യം വന്നു. ലിച്ചുകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സസും അതുപോലെ പാവക്കുട്ടന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സസും സെലക്ട് ചെയ്തു. എല്ലാം ചേട്ടൻ്റെ സെലക്ഷനാണ്. ആൾ സെലക്ട് ചെയ്യാൻ നല്ല മിടുക്കനുമാണ്. അങ്ങനെ അവസാനം അച്ഛനും മോളും കൂടെ സെലക്ട് ചെയ്ത് 2 ഡ്രസ്സസ് ലിച്ചുകുട്ടിക്ക് എടുത്തു. അവൾ ഹാപ്പിയാണ്. അവൾക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായ അമ്മ എന്നുള്ളൊരു ഒപ്പീനിയൻ കിട്ടി. പിന്നെ നമ്മളങ്ങ് രക്ഷപ്പെടുമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ പാവക്കുട്ടനും ഡ്രസ്സസ് എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ആറ്റുകൾ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഗൈസ്. ഇതാണ് ശ്രീ അജയ ജ്വല്ലറി. ഈ ജ്വല്ലറിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള, അതായത് 916 എന്ന് നമ്മൾ പറയും പോലെ BIS ഹോൾമാർക്കുള്ള 925 ഹോൾമാർക്ക് സിൽവർ ജ്വല്ലറീസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഗൈസ് ഇത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു കൊലുസെടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളി എടുത്തു എന്നിരിക്കട്ടെ, നമ്മളെ യൂസേജിനൊക്കെ ശേഷം നമ്മൾ വീണ്ടും പുതിയ കൊലുസ് അല്ലെങ്കിൽ അരഞ്ഞാണം അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളി നമ്മൾ വാങ്ങിക്കാനായിട്ട് വീണ്ടും ശ്രമിക്കും. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത അതേ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ, അത് നമ്മൾ ആ കടയിൽ തിരിച്ചു കൊടുക്കുന്നു. നമ്മൾ സ്വർണം കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് എമൗണ്ട് കിട്ടില്ലേ, അതേപോലെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ച വെള്ളിയില്ലേ, അത് നമ്മൾ അതേപോലെ തിരിച്ചു കൊടുക്കുകയാണെന്നിരിക്കട്ടെ, എത്രയാണോ അന്നത്തെ റേറ്റ് അതിൻ്റെ 90% അവർ നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല കേട്ടോ ഗൈസ്, ഇവിടുത്തെ വെള്ളി പെട്ടെന്ന് അങ്ങോട്ട് കറക്കില്ല. കൂടുതൽ എൻക്വയറീസിനായിട്ട് ഞാൻ നേരത്തെ കാണിച്ച നമ്പറിൽ ഡയൽ ചെയ്താൽ മതി കേട്ടോ ഗൈസ്. എന്തായാലും ഒരിക്കലെങ്കിലും മസ്റ്റ് ട്രൈ ചെയ്യണേ. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. നമ്മൾ രാവിലെ ഇഡലി സാമ്പാറൊക്കെ ഞാൻ എണിച്ചുണ്ടാക്കി.
പിന്നെ ചേട്ടൻ്റെ വകയായിട്ട് ഇന്ന് പവിക്കുട്ടന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വെച്ചു. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ അതായിരിക്കും കഴിക്കുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേ, നമ്മളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു ജി. അയ്യോ അയ്യോ, ഹാപ്പി ബർത്ത്ഡേ ടു യു ജി. ബാക്കി പാട്. നമ്മളിത് നല്ല വൈബൊക്കെ അടിച്ച് നേരെ നമ്മൾ എവിടെ പോയെന്ന് അറിയാമോ ഗൈസ്? നമ്മൾ ശാർക്കര ക്ഷേത്രത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലുലുമോൾ വഴിയൊക്കെ നമ്മുടെ വർക്കലയിലോട്ടല്ലേ പോകണം. അപ്പോൾ അതുവഴി എന്തായാലും ശാർക്കര ക്ഷേത്രത്തിൽ കയറി ദേവിയും കൂടെ ഒന്ന് കണ്ടു തൊഴാന്ന് കരുതി. നമ്മളിപ്പോൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വർക്കലയിലോട്ടാണ്. നമ്മൾ ഇപ്പം ഈ വർഷം, അതായത് ഫസ്റ്റ് ഇയർ പവിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ വർക്കലയിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിസോർട്ടിൽ വെച്ച് ആഘോഷിക്കാനാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണമെന്ന് വെച്ചാൽ ചേട്ടൻ മിക്കപ്പോഴും ഞങ്ങളെ കൂടെ കാണാറില്ല. ട്രിപ്പ് വരുമ്പോഴത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ മൂന്നുപേരും മാത്രമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങളുടെ ലൈഫിലൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടനും ഞാനും ലിച്ചുകുട്ടിയും പവിക്കുട്ടനും മാത്രമുള്ള ഞങ്ങളുടെ ലോകത്തിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ അതിനുവേണ്ടി ഞങ്ങളുടെ ഒരു പ്രൈവസി, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തതും പോകാൻ തീരുമാനിച്ചത്. ബർത്ത്ഡേസ് അല്ലാതെ ഇനിയും വരുമല്ലോ, അപ്പോൾ ബാക്കി എല്ലാവരും വിളിച്ചൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ബർത്ത്ഡേ എന്തായാലും സ്പെഷ്യലായിരിക്കണം, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ഇത് അവൻ പിന്നീടായാലും എടുത്ത് കാണാമല്ലോ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അവൻ വളർന്നാലും അവൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയാണെന്ന് അവന് കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഗായ്സ്. ഇതാണ് കേട്ടോ ഗായ്സ് നമ്മുടെ പ്രശസ്തമായ ശാർക്കരേശ്വരി അമ്മയുടെ ക്ഷേത്രം. ഇവിടുത്തെ പ്രശസ്തമായ ആഘോഷമാണ് ഗായ്സ് ഭരണി എന്ന് പറയുന്നത്. ഭരണി ആഘോഷം, അതിനെക്കുറിച്ചുള്ളൊരു വ്ളോഗ് ആ ആഘോഷം വരുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും ഗായ്സ്. ഈ ക്ഷേത്രമുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനവും സന്തോഷവും അത് എത്ര തന്നെ പറഞ്ഞറിഞ്ഞാലും മനസ്സിലാവില്ല ഗൈസ്. ഇവിടെ വന്ന് തന്നെ അത് അനുഭവിക്കണം. എന്തായാലും വർക്കലയോട്ടോ ആറ്റിങ്ങിലോട്ടോ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ എന്തായാലും കയറി ഒന്ന് തൊഴാനായിട്ട് ശ്രമിക്കണം ഗൈസ്. അപ്പോൾ ഗായ്സ് അമ്പലത്തിലൊക്കെ കയറി ആ വൈബൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് വർക്കലയിലോട്ടാണ് കേട്ടോ. നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഏതാ ലിച്ചുകുട്ടിയെ ഐസ്ക്രീം അവളും കഴിച്ച് പവിക്കുട്ടന് കൊടുക്കല്ലേ എന്ന് പറഞ്ഞാലും അവൾ കൊടുത്തു. എന്തായാലും മക്കളെല്ലാം സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ റിസോർട്ടിൻ്റെ മുമ്പിലെത്തി ഗായ്സ്. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത്. റിസോർട്ടിൻ്റെ പേരാണ് കൃഷ്ണതീരം. ഇവിടുത്തെ ആയുർവേദിക്കായിട്ടുള്ള ഒരു റിസോർട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ ഇതിൻ്റെ അകത്ത് ചെന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ റൂം. പവിക്കുട്ടനും ലിച്ചുകുട്ടിയും വന്ന പാടെ കട്ടിലങ്ങോട്ട് കയറി. അപ്പോൾ നിങ്ങൾ പോയി റൂമെല്ലാം കണ്ടിട്ട് വാ ഗായ്സ്. പിന്നെ റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത ശേഷം നമ്മൾ റിസോർട്ടൊക്കെ കാണാനായിട്ടൊന്ന് ഇറങ്ങി. നല്ല പൊളി വൈബായിരുന്നു ഗായ്സ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതായത് ഈ നാച്ചുറാലിറ്റി എന്നൊക്കെ നമ്മൾ ഫീൽ ചെയ്യില്ലേ, അതേപോലത്തെ അങ്ങനത്തെ ഒരു വൈബുള്ള ഒരു റിസോർട്ടായിരുന്നു ഗായ്സ്. പിന്നെ നമ്മളിതാ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങനെ നടന്നു ചില്ല് ചെയ്തു. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തെത്തി, കടലിൻ്റെ അടുത്തെത്തി. വാട്ട് എ വ്യൂ ആയിരുന്നു ഗായ്സ്. പവിക്കുട്ടനൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഗായ്സ്. അവൻ കടൽക്കാറ്റൊക്കെ അടിച്ചുകൊണ്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
ലിച്ചുകുട്ടിയും എൻജോയ്മെന്റിൽ വളരെ മോശമൊന്നും അല്ലായിരുന്നു കേട്ടോ. ഏറ്റവും തന്നെ മതി വരില്ല ഗായ്സ് നമുക്ക് ഈ കടൽ കണ്ടാലും. തിരമാലകളും അതിൻ്റെ ഒരു വൈബും ഒക്കെ വേറെ തന്നെയാണല്ലേ. റിസോർട്ടെല്ലാം കണ്ടതിന് ശേഷം ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണേ. അങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവിടെ ഒരു പട്ടിക്കുട്ടി കിടക്കുണ്ടായിരുന്നു. അവൻ ഇവിടുത്തെ സ്ഥിരം അതിഥിയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവനെ ഞങ്ങൾ അവസാനം പോകുന്ന നിമിഷം വരെ ഞങ്ങൾ അവനെ കണ്ടു. അങ്ങനെ അവസാനം നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ രാത്രി ഫുഡൊക്കെ കാണിച്ചത്. അതെല്ലാം ദാ വഴിയേ വരുന്നുണ്ട് കേട്ടോ. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ ഗായ്സ്. ഇപ്പോൾ ഓർഡർ ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാമേ. പിന്നെ ഫുഡ് വരുന്നവരെ ഞങ്ങളിതാ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് പവിക്കുട്ടനായിട്ടൊക്കെ കളിച്ച് അങ്ങനെ ചില്ലായിട്ടിരുന്നു ഗായ്സ്. പിന്നെ ചേട്ടനും പിള്ളേരൊക്കെ ആയിട്ട് ഒരു സെൽഫി അങ്ങോട്ട് എടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ കാത്തിരുന്ന അവസാനം നമ്മുടെ ഫുഡൊക്കെ എത്തി കേട്ടോ ഗൈസ്. ഗ്രിൽഡ് ചിക്കൻ, പൊറോട്ട, ചിക്കൻ ഫ്രൈഡ് റൈസ്. ഹോ, തിന്ന് തകർത്തെന്നൊക്കെ പറയില്ല, അതായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ പവിക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ അവർ നേരത്തെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് മുറിക്കാനുള്ള ടൈമായി. ഇനി അതിൻ്റെ വൈബൊന്ന് നോക്കാം. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളുടെ ഇന്നലത്തെ ഡേ അങ്ങ് അടിച്ചു പൊളിച്ചു. ഇന്നിതാ നെക്സ്റ്റ് ഡേ ആണ്. നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് വേണം ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയി ഒന്ന് അലമ്പ അല്ലേ ലിച്ചുകുട്ടി, അടിച്ചു പൊളിക്കണ്ടേ? യെസ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. രാവിലെ ആരും ഒന്നും കഴിച്ചില്ല, അറിയാലോ. അടിച്ചൊക്കെ എണീച്ച് ഇവിടെ ഓട്ടിക്കത്ത തണുപ്പ് ഗായ്സ്. എങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലേ. ഞാൻ ഇറങ്ങുമെന്നിരിക്കാൻ പ്രതീക്ഷയില്ല. എന്നാലും വലിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ചുരിദാർ നിന്ന് ഇതെങ്കിലും ഒരു ചേഞ്ച് ആയിരിക്കും. അപ്പോൾ ഗായ്സ്, നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, ബൈ. എങ്ങനെ കുളിക്കുമെന്തോ ഗായ്സ്. അയ്യോ, പിന്നെ രാവിലെ ആയപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു ഗൈസ്. നല്ല സൂപ്പർ ബുഫേ ആയിരുന്നു കേട്ടോ. പൂരിയും മസാലക്കറിയും ഇഡലിയും എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു. പകുകുട്ടനും കൂടി വേണ്ടി എടുത്തതാണ് കേട്ടോ. അവസാനം ഞാൻ തന്നെ ഒറ്റയ്ക്ക് തിന്ന് തീർത്തു. അവസാനം ഞങ്ങളിതാ ലക്ഷ്യസ്ഥാനത്തെത്തി ഗൈസ്. നമ്മളിതാ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. അവരിറങ്ങി, ഞാൻ നോക്കി നിന്നു. അതായിരുന്നു സത്യം. ലിച്ചുകുട്ടിയും അവൾ അച്ഛനും വൈബായിരുന്നു. നമ്മൾ കുട്ടിയും തോർത്തും എല്ലാം ഒക്കെ പിടിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നു ഗൈസ്. അവർ കളിക്കണ കണ്ടിട്ട് പാവക്കുട്ടനെ സഹിച്ചില്ല ഗൈസ്. അവസാനം അവനും ലക്ഷ്യസ്ഥാനത്തെത്തി കേട്ടോ.
എൻ്റെ ഒരവസ്ഥ ഗൈസ്, തോർത്ത് കുപ്പി മൊബൈൽ ഗൈസ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്താണെന്ന് പറയുന്നത് സീ വ്യൂവിന് അടുത്തായിരുന്നല്ലോ ഈ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ ആ കാറ്റും ഒരു വേറൊരു ലെവലായിരുന്നു കേട്ടോ. അങ്ങനെ ഗായ്സ് പവിക്കുട്ടനും ലിച്ചുകുട്ടിയും വെള്ളത്തിൽ നീന്താൻ തുടങ്ങി ഗായ്സ്. അടിച്ച പൊളിയായിരുന്നു. പവിക്കുട്ടൻ്റെ ലീലാവിലാസം ഗൈസ്. വീട്ടിലെ ചൂടുവെള്ളം അനത്തി ഞാൻ കുളിപ്പിക്കും. സ്വിമ്മിംഗ് പൂളിലേക്ക് ഒന്ന് ഇറങ്ങും. കിട്ടിയതൊക്കെ നോക്കി ഞാനൊരു ഫോറിനറുമായിട്ടൊരു ഫോട്ടോയും കൂടെ അങ്ങ് എടുത്തു കേട്ടോ ഗൈസ്. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കാൻ സമയമായി ഗൈസ്. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചു. പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ അല്ലേ ലിച്ചുകുട്ടി അർമാദിച്ചില്ലേ വെള്ളത്തിൽ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. ലിച്ചുകുട്ടി ആക്കി ഇഷ്ടപ്പെട്ടു. പവിക്കുട്ടൻ കുളിച്ചിട്ട് ഉറക്കമൊക്കെ ആയി ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ പവിക്കുട്ടനും അതിൽ കളിപ്പിച്ച് ഗൈസ്. അപ്പം ഇങ്ങനെയൊക്കെ ആക്കി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.